നമസ്കാരം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ഏറെ ശ്രദ്ധേയമായ ഒരു ചിത്രമുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു സംഘം വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തുന്നതാണ് ആ ചിത്രം. അതേതോടൊപ്പം ചർച്ച നടത്തുന്നത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന BJPയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളാണ്. ഇവർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് അദ്ദേഹവുമായി ചർച്ച നടത്തിയത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം മന്ത്രി വളരെ ടീഷർട്ടൊക്കെ ധരിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൂഡിലിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ കാണുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. AVP നേതാക്കൾ എന്തിനാണ് മന്ത്രിയെ കാണാൻ പോയത് എന്ന് ചോദിച്ചാൽ PM ശ്രീ പദ്ധതിയിൽ കേരളവും പങ്കുചേരാൻ തീരുമാനിച്ചതിൽ അവർ സന്തോഷം അറിയിക്കാൻ വേണ്ടി പോയി എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ചില നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് മുന്നിൽ വെച്ച് കാണും. ചിത്രങ്ങളിലൊക്കെ തന്നെ അവരുടെ കയ്യിൽ ചില കടലാസുകളൊക്കെ ഒരു മന്ത്രിയെ കാണിക്കുന്നതായി നമുക്ക് കാണാനും കഴിയും. ഏതായാലും മന്ത്രിയാകട്ടെ വളരെ സന്തുഷ്ടനായിരുന്ന് ഇവരെ മുന്നിലിരുന്ന് അവരുടെ വാക്കുകൾ കേൾക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ 1980കളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ രണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ചേർന്ന് പരസ്പരം ഏറ്റുമുട്ടി എത്ര വിദ്യാർത്ഥികളാണ് മരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. 80കളിൽ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള വലിയ പദവികൾ വഹിച്ചിരുന്ന ആളാണ്. അന്നത്തെ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ കൂടിയായിരുന്നു വി ശിവൻകുട്ടി. ഒരു 1980കളിലാണ് AVP പ്രവർത്തകരും അതുപോലെ തന്നെയാണ് SFI പ്രവർത്തകരും പരസ്പരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. കണ്ണൂരിലെ സുധീഷിൻ്റെയും കൊല്ലം എസ് എൻ കോളേജിലെ ശ്രീകുമാറിൻ്റെയൊക്കെ പേര് പറഞ്ഞ് SFI നേതാക്കളും CP നേതാക്കളും എല്ലാ വർഷവും അവരുടെ ചരമവാർഷിക ദിനത്തിൽ BJPയെയും അതുപോലെ സംഘപരിവാര സംഘടനകളൊക്കെ തന്നെ നിരന്തരം വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പമ്പയാറ്റിൽ AVP പ്രവർത്തകരെ SFIക്കാർ മുക്കി കൊന്നു എന്നുള്ള ആ ഒരു കേസ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെ വിരുദ്ധ ചേരികളിൽ നിന്ന ഈ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിൽ ഇപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അടുത്ത് ഇടപഴകുന്നതെന്ന് നമ്മളൊന്ന് കാണേണ്ടി വരും. എന്നാൽ കേരളം PM ശ്രീ പദ്ധതിയിൽ ചേർന്നതിനെക്കുറിച്ച് SFI നേതാക്കളാകട്ടെ അങ്ങനെ കൃത്യമായ രീതിയിലൊന്നും ഇനിയും അങ്ങോട്ട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുമില്ല. സാധാരണഗതിയിൽ ആഗോളതലത്തിൽ പോലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ചാടി വീണ് പ്രതികരിക്കുന്ന SFI നേതാക്കൾ പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഏതാണ്ട് മൗനം പാലിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ SFIയും CPM എല്ലാം ഒന്നടങ്കം വിമർശിച്ചിരുന്നു. 2020 ഈ നയം കൊണ്ടുവന്നപ്പോൾ ഇതിലെ ഒരു നയത്തോട് പോലും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് നിരന്തരമായി വിളിച്ചു പറഞ്ഞിരുന്ന SFI നേതാക്കളും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ട്യൂൺ മാറ്റിയിരിക്കുന്നു. മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ് ഞങ്ങളുടെ നിലപാടങ്ങ് മാറ്റി എന്നാണ്. CPMനെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അവർ ഭരിക്കുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടുമാണ്. ഇതേ മന്ത്രി SFIയുടെ നേതാവായിരുന്ന കാലഘട്ടത്തിലാണ് 1986 പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ അന്നത്തെ കരുണാകരൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TN ജേക്കബ് തീരുമാനിച്ചത്. കേരളത്തെ ഇളക്കി മറിച്ചൊരു പ്രക്ഷോഭമായിരുന്നു അന്ന് നടന്നത്. കേരള സർവകലാശാലയിൽ ഇവർ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ എത്രയോ കുട്ടികളുടെ ഭാവി പോലും ഇല്ലാതായിരുന്നു. കാരണം അവിടെ സമരം ചെയ്ത ജീവനക്കാർ അന്ന് കുട്ടികളുടെ ആൻസർ ഷീറ്റുകൾ പോലും ഒളിപ്പിച്ച് നശിപ്പിച്ചു എന്നൊക്കെയുള്ള പരാതികൾ വരികയും ഒരുപാട് കുട്ടികളുടെ റിസൾട്ട് പോലും പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിലുമൊക്കെ ആയിരുന്നു. അത്രയും കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരങ്ങളിലൊന്നായിരുന്നു പ്രീ ഡിഗ്രി ബോർഡ് സമരം. എന്നാൽ 1996 ഇടതുമുന്നണി സർക്കാർ IK നായനാരുടെ നേതൃത്വത്തിൽ അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ അവർ ചെയ്തത് ഹയർ സെക്കൻഡറി നടപ്പിലാക്കി. അതായത് കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി വേർപെടുത്തി TN ജേക്കബിൻ്റെ പ്രീ ഡിഗ്രി ബോർഡ് എന്നുള്ള വാക്കങ്ങ് മാറ്റിയിട്ട് ഹയർ സെക്കൻഡറി എന്നുള്ള പുതിയ വാക്ക് വെച്ച് അവർ ആരംഭിക്കുകയും യഥേഷ്ടം എല്ലാവർക്കും എല്ലാ സമുദായങ്ങൾക്കുമൊക്കെ തന്നെ വാരിക്കോരി ഹയർ സെക്കൻഡറി അനുവദിക്കുകയും ചെയ്തിരുന്നു. അന്നും SFI നേതാക്കൾക്ക് പറഞ്ഞു നിൽക്കാൻ ഒരുപാട് ന്യായങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇവർ ഒരു കാലത്ത് എന്തിനേക്ക് എതിർത്തിരുന്നോ പിന്നീട് അത് ഭരണത്തിലെത്തുമ്പോൾ അതേപടി വേണമെങ്കിൽ ഒരു പടി കൂടി കടന്ന് നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ്. കേരളത്തിൽ SFIയിലൂടെയും AVPയിലൂടെയൊക്കെ പ്രവർത്തിച്ച് പിന്നീട് CPMൻ്റെ അല്ലെങ്കിൽ BJPയുടെയൊക്കെ ഉന്നത തലങ്ങളിലെത്തിയ നേതാക്കന്മാർ ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് സത്യത്തിൽ അവരെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നാണ് പറയാനുള്ളത്. കാരണം AVPയുടെയും SFIയുടെയൊക്കെ തന്നെ മർദ്ദനങ്ങൾ പരസ്പരം ഏറ്റിട്ടുള്ള എത്രയോ നേതാക്കന്മാർ പിന്നീട് ഇന്ന് ശയാവലംബികളായിട്ടുള്ള ഉണ്ടായിരിക്കാം. അതുപോലെ മരിച്ചവർ എത്രയോ പേരുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളോട് പോലും ഇവർ നീതി കാണിച്ചു എന്നൊക്കെ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും AVP വി ശിവൻകുട്ടി തങ്ങളുടെ നേതാവായി അംഗീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലുമൊക്കെ പലരും കമൻറ്റ് ഇടുന്നുണ്ട്. 2-3 മാസം മുമ്പ്, അതായത് ഓഗസ്റ്റ് മാസത്തിലെ മറ്റോ ആണ് ഭാരതാംബയെ വി ശിവൻകുട്ടി അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് AVP പ്രവർത്തകർ വലിയ തോതിലുള്ള സമരം നടത്തിയത്. അന്ന് തലസ്ഥാന നഗരിയിൽ ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പോഴൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നതായിരിക്കാം, പക്ഷേ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാനെത്തിയ ABVP നേതാക്കൾ
അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നും പറയുന്നുണ്ട്. മന്ത്രി അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നുമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു വ്യക്തമായ അന്തർധാര നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ AVP നേതാക്കന്മാർ മന്ത്രി ഔദ്യോഗിക വസതിയിൽ സന്ദർശിക്കാമെന്ന് പറഞ്ഞാൽ മന്ത്രിമാർ അനുമതി നിഷേധിക്കുകയാണ് പതിവ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ. ഇത് തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് തന്നെ അവരെ സ്വീകരിച്ച് ആനയിച്ച് വിദ്യാഭ്യാസ മന്ത്രി അവരുടെ അഭിനന്ദനങ്ങൾ വളരെ ആനന്ദത്തോടുകൂടി ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇത് മാറുന്ന കാലഘട്ടത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ശക്തമായ അന്തർധാരയുടെ മറ്റൊരു പ്രതിഫലനം. അതായത് ചെറിയ ഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുതൽ തന്നെ ഈ ഒരു അന്തർധാര ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാം. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പരമമായ സത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇനി ഒരുമിച്ച് നിൽക്കേണ്ട രണ്ട് ശക്തികളാണ് ABVP-യും SFI-യും എന്ന് മന്ത്രിയെ കാണാനെത്തിയ ഈ ABVP-യുടെ നേതാക്കന്മാരും നമ്മെ കാണിച്ചു തരികയാണ്. ഇനി അങ്ങോട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ ഇവർ ഒരുമിച്ച് നിൽക്കാനായിരിക്കും ഒരുപക്ഷെ താല്പര്യം പ്രകടിപ്പിക്കുക. അവിടെ KSU-വും അതല്ലെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇവരുടെ പൊതുശത്രുവായി മാറാൻ തന്നെയായിരിക്കും സാധ്യതയും. എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഗംഭീരമാക്കി കളഞ്ഞു. AVP-കാരെ അവരുടെ അഭിനന്ദനങ്ങൾ അദ്ദേഹം സസന്തോഷം ഏറ്റുവാങ്ങുകയും അവരുടെ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്തൊക്കെ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. SFI-യിലും DYFI-യിലും യുവമോർച്ചയിലും ABVP-യിലും ഒക്കെ തന്നെ ഈ അന്തർധാരയുടെ തുടക്കം ഇനി അങ്ങോട്ട് നീണ്ടുപോകും എന്ന് തന്നെ നമുക്ക് കരുതാം. ഈ ഒരു ബാന്ധവം തന്നെയായിരിക്കും ഭാവിയിൽ ഇവരൊക്കെ മുതിർന്ന CPM നേതാക്കന്മാരാകുമ്പോൾ സംഭവിക്കുക എന്നുള്ളതും ഉറപ്പാണ്.